ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു വ്ളോഗാട്ടോ. അപ്പോൾ ഞാനിപ്പോ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു. ഇത്രയും ദിവസമായിട്ട് മലയ്ക്ക് പോകാനായിട്ടൊക്കെ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു, വ്രതമായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മലയ്ക്കൊക്കെ പോയി വന്നു, ഹസ്ബൻഡും മോളും. അപ്പോൾ നല്ല എന്താ പറയാ, നല്ല ശാന്തമായ അന്തരീക്ഷമായി. അപ്പൊ ഞങ്ങൾ എന്തായാലും കുറെ കാലമായിട്ട്, കുറച്ച് നാളായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയിരുന്നില്ല. നമ്മൾ മല സീസൺ അല്ലായിരുന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ ജസ്റ്റ് ഇന്നൊന്ന് പുറത്തേക്ക് പോകാന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമ്മുടെ മാമാങ്കം സിനിമ ഇറങ്ങിയത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഞങ്ങൾ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. അപ്പൊ അതിനും കൂടി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കുറച്ച് ഫുഡ് കഴിക്കാം, പിന്നെ ജസ്റ്റ് നമ്മുടെ ഫിലിം കാണാം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാം, നമുക്ക് ഒരുമിച്ച് വ്ളോഗ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാണ്, ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ചെയ്യാം. അപ്പൊ അതിന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പൊ ഏകദേശം ഒരു വൈകുന്നേരം 8 മണിക്ക് ആവാറായിട്ടുണ്ട്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് നേരെ ഫിലിമിന് കയറാന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ എടുത്തിട്ട് കാണാം. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിവിടെ ചാർക്കോൾ ബേ എന്ന് പറഞ്ഞിട്ട് എടപ്പാളിലുള്ള ഒരു ഷോപ്പാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അടിപൊളി ഫുഡാണ്. അപ്പൊ നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് നോക്കാം. അപ്പം നമ്മൾ ചാർക്കോൾ ബേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുറ്റിപ്പുറം എടപ്പാളിലുള്ള ഒരു ഷോപ്പാണിത്. അടിപൊളി ഫുഡ് കിട്ടുന്ന ഷോപ്പാണ്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഗ്രിൽഡ് പോലത്തെ ഐറ്റംസ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. മറ്റുള്ള ഐറ്റംസ് അധികം ഉണ്ടാവില്ല, ഗ്രിൽഡ് പോലത്തെ. അപ്പം നല്ല അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ നല്ല എന്താ പറയുക, നല്ലൊരു രസമായിട്ടുണ്ട് കാണാനായിട്ടൊക്കെ. അപ്പം ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ചേട്ടൻ്റെ 1-2 ഫ്രണ്ട്സ് നല്ല റെസ്റ്റോറൻ്റാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് വന്നതാണ് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇത്രയും നാളായിട്ട് നോൺ വെജ് ഒക്കെ നമ്മൾ ഇങ്ങനെ മലയ്ക്ക് പോകുമ്പോൾ ഒക്കെ ഒഴിവാക്കിയൊക്കെല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോമ്പ് മുറിക്കാം എന്നുള്ളൊരു കാര്യം കൂടി ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പം നല്ല സ്ഥലമാണ്. അപ്പം നമുക്ക് ഉള്ളിൽ കയറാം. അപ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. വൈകുന്നേരമാണ്, ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റണത്. അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട്. നമുക്ക് മുകളിലും കൂടിയിട്ട് സൗകര്യമുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങളിങ്ങനെ യൂട്യൂബിൽ നിന്നാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് കുറച്ച് സൗകര്യമൊക്കെ ഒരുക്കി. പക്ഷെ അവരെ കൊണ്ട് പറ്റുണ്ടായിരുന്നില്ല, കാരണം കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ നമുക്ക് സെൽഫ് സർവീസാണ്. അതായത് നമ്മൾ തന്നെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടോക്കൺ വിളിക്കുമ്പോൾ നമ്മൾ പോയിട്ട് അത് മേടിക്കുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ പുറത്തുണ്ട്, നമുക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ഉള്ളിലിരിക്കാൻ സൗകര്യമുണ്ട്. അതേപോലെ തന്നെ മുകളിൽ ഇരിക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഗ്രിൽഡായിട്ട് ഐറ്റംസ് കിട്ടണം. ഗ്രിൽഡ്, അതുപോലെ തന്നെ ടിക്ക, തന്തൂരി, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് അവർ ചെയ്തു തരും നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇങ്ങനെ അടിയിൽ വെച്ചിട്ടുണ്ട് എല്ലാതും. അങ്ങനെ അതിൻ്റേതായിട്ടുള്ള മിക്സിംഗ് ഒക്കെ ചെയ്ത് തേച്ച് പിടിപ്പിച്ച് നല്ല രസമായിട്ട് ഫിഷൊക്കെ ഇരിക്കുന്നുണ്ടോ. അതേപോലെ സാലഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മുകളിലാണ് ഇരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ മുകളിലേക്ക് പോവാണ് കേട്ടോ. മുകളിൽ അടിപൊളിയാണ്, നല്ല രസമുണ്ട് മുകളിൽ കാണാൻ. അപ്പോൾ മുകളിൽ പോയി കഴിഞ്ഞാൽ മുകളിലും ആളുകളുണ്ട്. പക്ഷേ ഇന്ന് പതിവിലും കുറച്ച് തിരക്ക് കുറവാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പം നല്ല രസമുണ്ട് ലൈറ്റൊക്കെ കാണാനായിട്ട്. നല്ലൊരു യെല്ലോ പോലെയാണ് നമുക്ക് തോന്നണത്, യെല്ലോ ലൈറ്റ് കംപ്ലീറ്റ്. അപ്പം നല്ലൊരു യെല്ലോ ടോണാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് താഴെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഞങ്ങളിവിടെ ഫസ്റ്റത്തെ ഒരു ഐറ്റം വന്നു. ഞങ്ങളൊരു സ്റ്റാർട്ടർ പോലെ ഒരു സ്നാക്കാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ മോൾ എങ്ങനെയുണ്ടെന്ന് പറയണ കാണാം കേട്ടോ. നല്ല രസമുണ്ട്. ഇഷ്ടായില്ലേ? എന്തൊരു ടേസ്റ്റ്, എന്തൊരു ടേസ്റ്റ്. മധുരണ്ട്, കയ്പുണ്ടാ, വാ അമ്മ എന്നിട്ട് തിന്നോക്കട്ടെ ഏട്ടാ, എങ്ങനെയുണ്ട് നോക്കട്ടെ. നല്ല ഉപ്പുണ്ട്. പിന്നെ മയോണൈസിന്റെ ഉപ്പ് വേറെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് മധുരം ഉണ്ടല്ലോ. കയ്പില്ല അതിട്ട് അങ്ങനെ വരുന്ന നാവ്. ഇത് ആദ്യത് ഇതെന്താന്ന് പറയാം, സാലഡ്. പിന്നെ ഇത് ചിക്കൻ ടിക്ക. പിന്നെ ഇത് തന്തൂരി ചിക്കൻ. ഓക്കെ. അപ്പൊ ഇതെന്താ സൈഡിലിരിക്കണത്? ഓക്കെ, സലാഡ്. ഇത് കുബൂസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഹായ് പറഞ്ഞോ.
ഞാൻ തുടങ്ങണത് നമ്മള് കാര്യങ്ങളൊന്നുമില്ല കണ്ട ഞങ്ങള് പൊരിച്ചു തുടങ്ങി. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഫസ്റ്റ് സാലഡിൽ നിന്ന് തുടങ്ങുള്ളൂ. ഉണ്ടോ നല്ല പൊരിയാ. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊറേ ദിവസമായിട്ടേ ഇതൊന്നും കഴിക്കാണ്ടിരിക്കലായിരുന്നു. അപ്പൊ ഭയങ്കര ടേസ്റ്റ് തോന്നണം. അപ്പൊ ഞങ്ങളിത് കംപ്ലീറ്റ് ആക്കട്ടെ കേട്ടോ. അപ്പൊ ഇത് തന്തൂരി ചിക്കനാണ്. അപ്പൊ നമുക്ക് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നല്ല പേടയാണ്, ഭയങ്കര ടേസ്റ്റ്. അപ്പൊ ഇത് വന്നിട്ട് മറ്റേ എന്താ പറയാ കണ്ടോ മാറി ചമ്മന്തി എരിഞ്ഞിട്ട് ഭയങ്കര ഇപ്പൊ എന്തായാലും അതന്നെ ടേസ്റ്റ് തന്നെ കഴിക്കാം. എരിവാണെങ്കിലും നല്ല രസം രസം കിട്ടാം. പിന്നെ ഇത് മറ്റേ സാലഡാ. ഇത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യില്ലേ, നമ്മുടെ എന്താ പറയാ സബോളയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനത്തെ സംഗതിയാണ്. അയ്യോ നമ്മുടെ എന്താ പറയാ ചമ്മന്തി രക്ഷയില്ല. അതെ എന്താ പറയാ ആക്രമിക്കണ കാണണമെങ്കിൽ വേണമെങ്കിൽ കണ്ടത്. ചിക്കൻ ആക്രമിക്കില്ല. അപ്പോ നമ്മള് ഫുഡൊക്കെ കഴിച്ചു. നേരെ ഉണ്ടായിരുന്നില്ലേ. കാരണം എന്താ വെച്ചാൽ നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഫിലിം കാണാൻ വേണ്ടിട്ട്. തൊട്ടപ്പുറത്ത് തന്നെയാണ് ഫ്രണ്ടിൽ കാണുന്നത്. കാണിച്ചു തരാട്ടെ. അപ്പൊ അവിടെ പോയിട്ട് ഫിലിം കാണാന്ന് വിചാരിക്കണം. അപ്പൊ വേഗം കഴിച്ചു. തിരക്ക് പിടിച്ച് കഴിച്ചു. അതെ ചിക്കന്റെ തല്ലി കൊന്നു. സോറി എന്താ പറയാ ആക്രമിച്ചു. ചിക്കൻ കൊണ്ടുവരുമ്പോ ഞങ്ങൾ ആക്രമിച്ചു കീഴടക്കി. കാരണം നേരം ഉണ്ടായിരുന്നില്ല. പതുക്കെ പതുക്കെ സാവധാനത്തിൽ കഴിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ ഒരാക്രമണം കഴിഞ്ഞിട്ടിരിക്ക. ഇപ്പൊ അപ്പുറത്ത് കാണില്ല അവിടെ എവിടെയാ അതാ കാണുന്നത് ഗോവിന്ദ. അതവിടെ അവിടെയാണ് ഫിലിം. അതാ കാണുന്നതാണ് നമ്മൾ. അവിടെയാണ് ഫിലിം ഉള്ളത്. കണ്ടത് അവിടെ മമ്മൂട്ടിയുടെ നമ്മുടെ മമ്മൂക്കഥ. ഇവിടെ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തും പറ്റും. ഇത് നേരെ ആ റോഡ് കാണില്ല താഴപ്പുറത്ത് കണ്ട വണ്ടി പോകണം. അവിടെ നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കിടന്നാൽ നമ്മൾ ഫിലിമിൽ കാണാൻ പറ്റും. അപ്പൊ ഞങ്ങള് നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് ആക്രമണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഫുഡ് കഴിക്കാൻ പോകുമ്പോ ഭയങ്കര കോമഡി ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ മാനേജറായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ കണ്ടിട്ട് ഞങ്ങൾ നന്നായിട്ടുണ്ട്. ഫുഡൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ആളെ വിളിച്ചിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്കൊരു സൈഡ് കോർണറൊക്കെ ആയിട്ട് സ്ഥലം നമുക്ക് കിട്ടി. അവർ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കൊടുന്ന് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മാനേജർ. അപ്പോൾ കൂടുതൽ സംസാരിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിക്കണം. തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഫിലിം അവിടെ തുടങ്ങി. കാരണം 9 മണി 9:30 ഫിലിം. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 9:30 അപ്പോൾ അതുകൊണ്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. കണ്ടില്ലേ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. പിന്നെ സെൽഫ് സർവീസ് ആയതുകൊണ്ട് എപ്പോഴും കൗണ്ടറിൻ്റെ ഭാഗത്ത് ഭയങ്കര തിരക്കാണ്. കാരണം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് മേടിക്കല്ലേ ചെയ്യണേ. നമ്മുടെ മാളിലുള്ള ഒരു പോലുള്ള സർവീസൊക്കെയാണ്. അപ്പം നമ്മുടെ മമ്മൂക്ക അതാ നിൽക്കണു. അപ്പം നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിലിം തിയേറ്റർ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നേരം വൈകി. അപ്പം നമുക്ക് എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മൾ നേരം വൈകി. ഇതേ ഹസ്ബൻഡ് മോളിതാ പോകുന്നത് കയറിയിട്ട് ഉണ്ട്. അപ്പം നമ്മൾ നേരം വൈകി തുടങ്ങി. അപ്പം എന്തായാലും നമുക്ക് കയറിയിട്ട് എങ്ങനെയുണ്ട് ഞാൻ പറയട്ടെ ഫിലിം.
അപ്പോൾ ഫിലിം കഴിഞ്ഞപ്പോൾ 12:30 12:30 കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 1-1:30 ആയി. അപ്പോൾ പിന്നെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, സോറി കേട്ടോ. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻ്റാണ്, പൊളിച്ച റെസ്റ്റോറൻറ്റ്, സൂപ്പറാണ്, പൊളിച്ചിട്ടുണ്ട്. അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്കിങ്ങനെ ചിക്കൻ്റേതായിട്ടുള്ള എല്ലാ ഇതുണ്ട്, അതുപോലെ തന്നെ ഫിഷ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിലിമിനെ കുറിച്ച് പറയുമ്പോൾ ചരിത്ര സിനിമയല്ലേ, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വേണം നമ്മൾ കാണാൻ. അപ്പോൾ ഞാൻ കുറച്ച് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ചരിത്രമല്ല, അപ്പോൾ നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോ വേണമെങ്കിൽ പറയാം കേട്ടോ, അപ്പോൾ ഇടയ്ക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും പോരായ്മയ്ക്കുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.